ഏലിയാകാലം 3-ാം ഞായർ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 9, വാക്യങ്ങൾ 14 മുതൽ 29 വരെ. വിചിന്തനം: വിശ്വാസം ജീവിതബന്ധിയാകുമ്പോൾ. ഇന്നത്തെ സുവിശേഷം ഒരാവർത്തി വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് യേശു ഒരു അപസ്മാര രോഗിക്ക് രോഗശാന്തി നൽകിയതിൻ്റെ വിവരണം എന്ന നിലയിലാണ്. എന്നാൽ ഞാൻ ഈ സുവിശേഷ ഭാഗത്തെ സംബന്ധിച്ച് അല്പം കൂടിയും ആഴത്തിൽ ധ്യാനിച്ചപ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ആശയം, പ്രസക്തമായൊരു സന്ദേശം യേശു ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാൽ ഓരോ ക്രൈസ്തവനും ശാക്തീകരണം നേടണം എന്നതാണ് ആ പ്രമേയം. വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാൽ ഓരോരുത്തരും ശാക്തീകരണം നേടുന്ന ശക്തിയുള്ളവരാകണം എന്നൊരു സന്ദേശമാണ് ഈ സുവിശേഷ ഭാഗത്തിലെ യേശു നമുക്ക് തരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം ഗ്രഹിച്ചെങ്കിലേ നമുക്കത് തെളിവായിട്ട് വരുള്ളൂ. മറുരൂപാന്തരീകരണത്തിൻ്റെ ദൈവിക അനുഭവം ആസ്വദിച്ചും അനുഭവിച്ചും വിസ്മയിച്ചും ശിഷ്യന്മാര് യേശുവിൻ്റെ കൂടെ മലയിൽ നിന്ന് താഴോട്ടൂടെ ഇറങ്ങി വരുന്നു. അല്പം വീരസ്യവും അവരിൽ ചിലർ പറയുന്നുണ്ടാകും. കാരണം മറുരൂപാന്തരീകരണത്തിൻ്റെ ദൈവിക അനുഭവം ശിഷ്യന്മാർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടില്ല. കിട്ടിയവര് അതൊരു പ്രത്യേക അനുഭവമായിരുന്നുവെന്ന് കിട്ടാത്തവരോട് വീരസ്യം പറയുന്ന ആ ഭാവനയിൽ തെറ്റ് കണ്ടെത്തണം എന്നില്ല. അങ്ങനെ ശിഷ്യന്മാര് മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നു യേശുവിൻ്റെ കൂടെ. മലയിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി വരുന്ന ശിഷ്യന്മാർക്ക് ഒരു കുടുംബത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കാൻ ഇടവരുന്നത്. കുടുംബത്തിൻ്റെ പ്രശ്നം ഇതാണ്: രക്ഷാകർത്താക്കള് ആ കുടുംബത്തിലുള്ള ഒരു കുട്ടിയുടെ അപസ്മാര രോഗം, അന്ന് നിലവിലുള്ള എല്ലാ ചികിത്സാവിധികളും നടത്തിയിട്ടും ആ രോഗത്തിനൊരു ശാന്തി ലഭിക്കുന്നില്ല. ആ കുടുംബമാകെ കലങ്ങിയിരിക്കുന്നു. ഈ കലക്കത്തോടു കൂടിയാണ് രക്ഷാകർത്താക്കള് മല ഇറങ്ങി വരുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രശ്നപരിഹാരത്തിനായിട്ട് എത്തുന്നത്. ശിഷ്യന്മാർ അതുവരെ അവർ ദൈവിക അനുഭവം ആസ്വദിച്ചിട്ടും ഒക്കെയാണ് വരുന്നത്. അവരതിനെ പറ്റിയിട്ട് വിസ്മയിച്ചും സന്തോഷചകിതരായിട്ടാണ് ഇറങ്ങി വരുന്നത്. ഒരു പക്ഷേ അവർ സ്തുതിപ്പും ഒക്കെ പാടിയിട്ടായിരിക്കണം. ഇന്നെൻ്റെ പശ്ചാത്തലത്തിൽ വരികയാണെങ്കിൽ സ്തോത്രഗീതങ്ങളും സ്തുതിപ്പും ഒക്കെ പാടിയിട്ടായിരിക്കും. പക്ഷേ അവരുടെ പാട്ടിലെ സ്തുതിപ്പും അവരെ ഉള്ള വിസ്മയവും ദൈവിക അനുഭവവും ഒക്കെ യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യൻ്റെ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കൊടുക്കാൻ സാധിച്ചില്ല. ആ സ്ഥിതിവിശേഷത്തിലാണ് ആ രക്ഷാകർത്താക്കൾ യേശുവിൻ്റെ സാന്നിധ്യത്തെ സംബന്ധിച്ചുള്ള തീവ്രമായ ഒരു അവബോധം അവരിലുണ്ടാകുന്നത്. അവർ ഉടനെ തന്നെ യേശുവിൻ്റെ പക്കലേക്ക് തിരിയുന്നു. യേശുവിനോട് കാര്യം തുറന്നു പറയുന്നു. ഇതാ, നിന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഈ രോഗിയെ കൊണ്ടുവന്നു. എന്തു വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് അവന് സുഖം കൊടുക്കാൻ. പക്ഷെ നിന്റെ ശിഷ്യന്മാർക്ക് അതിന് സാധിച്ചില്ല. യേശു അപ്പോൾ വളരെയേറെ നീരസപ്പെട്ട് വളരെ ശക്തമായ വാക്കുകളാണ് യേശു അതിനുത്തരമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ദുഷിച്ച തലമുറ, എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും? ശക്തമായ വാക്കുകളാണ്. ഈ തലമുറയുടെ ദുഷിപ്പ് എന്താ? ഈ സമൂഹത്തിന്റെ ദുഷിപ്പ് എന്താ? ഈ വ്യക്തികളുടെ ദുഷിപ്പ് എന്താ? നമ്മുടെ ദുഷിപ്പ് എന്താ?
യേശു പറയുന്നു, ഈ ദുഷിച്ച തലമുറ. എന്താ ഈ ദുഷിപ്പ്? എനിക്ക് തോന്നുന്ന കാര്യം, നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഈ ദുഷിപ്പ്. നമ്മൾ ദൈവത്തിലെ വലിയ വിശ്വാസം ഏറ്റുപാടുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മൾ ഭജനം പാടുന്നു, സ്തോത്രഗീതം പാടുന്നു, ഉറക്കെ പ്രാർത്ഥിക്കുന്നു, പതുക്കെ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ദൈവത്തിലെ പ്രായോഗിക തലത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ വിശ്വാസം ജീവിതത്തിലില്ല. ഇതാണ് ദുഷിപ്പ്. ഈ ദുഷിപ്പ് സഭയിലുള്ള എല്ലാ തലങ്ങളിലും ഈ ദുഷിപ്പ് കാണാം. അല്പം അപഗ്രഥനം ചെയ്താൽ ഈ ദുഷിപ്പ് കാണാത്ത സഭയിലെ തലങ്ങളില്ല. എല്ലാവർക്കും ഒരേ തോതിലാവില്ല ദുഷിപ്പ്, പക്ഷെ ദുഷിച്ചുകൊണ്ടിരിക്കുന്നു തലമുറ. എന്താ ദുഷിപ്പ്? നമ്മൾ സംസാരിക്കുന്നു, പക്ഷേ സംസാരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല. സർവശക്തനായ പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഏറ്റുപറയുന്നു. പക്ഷേ സത്യത്തിൽ പറഞ്ഞാൽ ഈ ദൈവം സർവശക്തിയുണ്ടവോ, എൻ്റെ പിതാവാണോ, ഞാനുമായിട്ട് ബന്ധപ്പെട്ടവനാണോ എന്ന് സത്യത്തിലെ നമ്മൾ പ്രയോഗത്തിൽ വിശ്വസിക്കുന്നില്ല. ഇതാണ് ദുഷിപ്പ്. ഈ ദുഷിപ്പാണ് ശിഷ്യന്മാർക്ക് അവർ ദൈവികാനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് വളരെ ആനന്ദത്തോടും കൂടിയും ആവേശത്തോടും കൂടിയും പ്രാർത്ഥനകളും ദൈവികാനുഭവങ്ങളൊക്കെ കണ്ടിട്ട് താഴെ ഇറങ്ങി വരുന്നു എന്ന് വരികിലും അതൊരു തല ആയിട്ടുള്ളൂ. അതുകൊണ്ട് അവർ ശാക്തീകരണം നേടിയിട്ടില്ല. ദൈവത്തിലുള്ള വിശ്വാസം അവരുടെ ജീവിതത്തെ സ്പർശിക്കുന്നതായിട്ടില്ല. വർത്തമാനം പറയാൻ, വിവരിക്കാൻ, ഹായ് ഹായ് എന്ന് പറയാൻ, പാട്ടുപാടാൻ, ഹല്ലേലൂയ പറയാൻ, ഇതൊക്കെയായിട്ടുള്ളൂ. ജീവിതത്തിന്റെ പരിപരുത്ത വശങ്ങളിലേക്ക് ജീവിത ബന്ധിയായിട്ട് തീർന്നിട്ടില്ല അവരുടെ വിശ്വാസം, അവരുടെ ദൈവികാനുഭവം. ഇതാണ് യേശു അവരുടെ മുഖത്ത് നോക്കി പറയുന്നത്, ദുഷിച്ച തലമുറയാണ് നിങ്ങൾ. ശിഷ്യന്മാര് വീണ്ടും ചെന്ന് ചോദിക്കുന്നു, എന്താ നിങ്ങൾക്ക് പറ്റാതിരുന്നേ? സാമാന്യ രീതിയിൽ പറഞ്ഞ വലിയൊരു ചരച്ചിലാണ്. ആളുകളുടെ മുമ്പില് ചെറിയവരായിട്ട് തീർന്നു അവര്. എന്താ നിങ്ങൾക്ക് ആ രോഗം ശാന്തി കൊടുക്കാൻ സാധിക്കാതിരുന്നത്? യേശു വ്യക്തമായിട്ട് പറയുന്നു, മക്കളെ, നിങ്ങൾ വർത്തമാനം പറയുന്ന തലത്തിലേ എത്തിയിട്ടുള്ളൂ. നിങ്ങൾ വേഷം കെട്ടുന്ന രീതിയിലെത്തിയിട്ടുള്ളൂ. നിങ്ങളുടെ ആ വേഷം കെട്ടും വർത്തമാനവും ജീവിതബന്ധിയായിട്ട് തീർന്ന് ശാക്തീകരണം നേടിയിട്ടില്ല. ശാക്തീകരണം നേടുമ്പോ ഈ മലയോട് പോലും മാറി നിൽക്കാൻ പറഞ്ഞാൽ സാധിക്കുമെന്ന് യേശു പറഞ്ഞാൽ, കണ്ണിന്റെ മുമ്പിൽ കാണുന്ന മലയല്ല യേശു ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ മടി വിചാരിക്കണ്ട. ഉള്ളിന്റെ ഉള്ളിൽ കാണുന്ന തടസ്സങ്ങളാണത്. ആ തടസ്സങ്ങളാകുന്ന മലകള് നമുക്ക് നിവാരണം ചെയ്യാൻ വേണ്ടി വെളിവ് നമുക്ക് കിട്ടും. നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമില്ല എന്ന് പറയണത് അതുകൊണ്ടാ. എങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിശ്വാസം എന്ന് പറയുന്ന ഈ വസ്തുത, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ആ വസ്തുത, സത്യത്തിൽ പറഞ്ഞാൽ കാനൂന നമസ്കാരത്തിലെ ഇന്നലത്തെ പ്രാർത്ഥനയിലെ അവസാനത്തെ കാറോസൂസ് ആ ലലിയയുടെ ഭാഗത്ത് കുരിശിന്റെ മഹത്വം, കുരിശിന്റെ മഹാത്മ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ എന്നായി പറയണേ. കുരിശ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴോ തള്ളി പറയുന്നു, മാറ്റി നിർത്തുന്നു. എനിക്ക് വേണ്ടത് എന്ത് പ്രാർത്ഥന, എന്ത് ജീവിതം? ഇതാണ് ദുഷിപ്പ്. ഈ ദുഷിപ്പ് കണ്ടെത്തി പരിഹരിക്കാൻ ആരൊക്കെ തയ്യാറാകുന്നുവോ അവന്, അവൾക്ക് യേശു പറയുന്നു, എന്റെ ശക്തി നിങ്ങളിലൂടെ അത് പ്രവഹിക്കും. വർത്തമാനം പറയുന്ന, സ്റ്റേജിൽ കയറി യേശു നിന്നെ സുഖപ്പെടുത്തുന്നു എന്ന് പറയുന്ന വ്യക്തികളിലല്ല, ജീവിതബന്ധിയായിട്ട് തീർന്ന നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങള്
ജീവിതമായിട്ട് തീരുന്ന വ്യക്തികളിലാണ് യേശു ഈ ശാക്തീകരണം ആരോപിക്കുന്നത്. അതുകൊണ്ട് ശിഷ്യന്മാരെ ദുഷിച്ച തലമുറയുടെ പ്രതിനിധികൾ എന്ന് വിളിക്കാൻ കാരണം അവർ വർത്തമാനത്തിന്റെ തലത്തിലെത്തിയിട്ടുള്ളൂ. നമ്മളെപ്പോലെ തന്നെ അതിലും കൂടുതലൊന്നും അവരെത്തിയിട്ടില്ല. അതുകൊണ്ട് അവര് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു തരത്തിലും ഉപകാരപ്രദമായ രീതിയിൽ അവരുടെ ജീവിതം ജീവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കാൻ ഇടവന്നു. യേശു മരിച്ചതിന് ശേഷം ബോധപൂർവം അവർ മാറ്റം വരുത്തി. പക്ഷെ ഇവരൊക്കെ ഇപ്പോ നമ്മളെപ്പോലെ തന്നെ. നമ്മൾ പറയുന്നു ഒരു തരത്തിലും അത് ജീവിതബന്ധിയല്ല. 18-ാം നൂറ്റാണ്ടിലെ ആംഗ്ലേയ സാഹിത്യത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയാണ് സാമുവൽ ജോൺസൺ. സാമുവൽ ജോൺസൺ ആംഗ്ലേയ സാഹിത്യത്തിലെ സാഹിത്യകാരനാണ്, വിമർശകനാണ്, നിരൂപകനാണ്, കവിയാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരി ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ പ്രാമാണികത്വം കൊടുക്കുന്ന നിഘണ്ടുവിന്റെ രചയിതാവും കൂടിയാണ് ഈ സാമുവൽ ജോൺസൺ. ആ നിഘണ്ടുവാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി. ലോകത്തിൽ ഇത്രയേറെ പ്രാമാണികത്വം, ആധികാരികത്വം കൽപ്പിച്ചിട്ടുള്ള ഒരു നിഘണ്ടു വേറെ ഇല്ല. ഈ നിഘണ്ടുവിലെ ഏതെങ്കിലും ഒരു അക്ഷരം പെശകാണെന്ന് കണ്ടാൽ അത് കണ്ടുപിടിക്കുന്നവർക്ക് വലിയ ഭീമമായ സമ്മാനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയേറെ തെറ്റില്ലാത്ത, അതിന്റെ പ്രാമാണികത്വവും ആധികാരികത്വം തെളിയിക്കപ്പെട്ടിട്ടുള്ള നിഘണ്ടു ഡിക്ഷണറിയാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി. അതിന്റെ രചയിതാവാണ് ഈ സാമുവൽ ജോൺസൺ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടൻ പട്ടണത്തിൽ കൂടെ ഒന്ന് കടക്കുമ്പോൾ ഒരു മ്യൂസിയത്തിലേക്ക് കയറാനിട വന്നു. അവിടെ ഈ സാമുവൽ ജോൺസന്റെ ഒരു വർണ്ണചിത്രം വരച്ചു വച്ചിരിക്കുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആ ചിത്രം രാജാവിനെ അഭിമുഖം കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ജോൺസന്റെ ഉദ്വേഗം നിറഞ്ഞ ഒരു ചിത്രമാണത്. എന്തുകൊണ്ടാ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ രാജാവ് ഭരണങ്ങളൊക്കെ ഇന്ന് മാറി. എന്നാൽ സാമ്പിളിന് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് രാജാക്കന്മാര്, സാമ്പിൾ രാജാക്കന്മാര്. നേപ്പാളിൽ സാമ്പിൾ രാജാവുണ്ട്, ഇംഗ്ലണ്ടിലെ ഒരു സാമ്പിൾ രാജാവുണ്ട്. ഇന്നൊക്കെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ്, ജനനേതാക്കന്മാരാണ്. ഏത് തലത്തിലുള്ളതായാലും ശരി, അവരെ ഒന്ന് കാണണമെങ്കിൽ നമ്മൾ ആദ്യം അപ്പോയിന്റ്മെന്റ് എടുക്കണം, എങ്കിലേ കാര്യം ശരിയാവുള്ളൂ. എന്നാൽ ഒരു തരത്തിലും അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ലാത്ത, ഏത് സമയത്ത് വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് കയറി ചെല്ലാവുന്ന ശക്തനായ ഭരണാധികാരിയാണ് നമ്മുടെ ഉടയതമ്പുരാൻ. ഉടയതമ്പുരാന്റെ മുമ്പിലെത്താൻ നമുക്ക് അപ്പോയിന്റ്മെന്റ് വേണ്ട. ഈ ലോകത്തിലെ എല്ലാ നേതാക്കന്മാരുടെയും മുമ്പില് നമുക്കൊന്ന് മുഖം കാണിക്കാൻ അപ്പോയിന്റ്മെന്റ് വേണം. എന്നാൽ രാജാക്കന്മാരിൽ രാജാവായ ഉടയതമ്പുരാന് നമുക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കയറി ചെല്ലാമെന്നുള്ളതാണ് സത്യം. ചിലപ്പോക്കെ ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ കയറി ചെല്ലാറുമുണ്ട് ആളുകള്. അങ്ങനെ അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കാതെ തന്നെ തമ്പുരാന്റെ മുമ്പിൽ കയറി ചെല്ലുന്നു. എന്ത് പറയാനാ? സാമാന്യം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നായിട്ട് പറയാൻ, നമുക്ക് കിട്ടണമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അപേക്ഷിക്കാൻ, ഇതിനാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ യേശു ഇന്ന് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി
ഞാൻ എന്താണ് നിങ്ങൾക്ക് തരുന്നേ എന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് നേരമുണ്ടോ മക്കളെ? നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ എന്താണ് കൊണ്ടുവരുന്നേ എന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് നേരമുണ്ടോ? നിങ്ങൾക്ക് നേരം അതിനില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, അപേക്ഷകള്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞാൻ കാണുന്ന ചിന്ത, അത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ നിങ്ങൾ ഡിസ്പോസ്ഡ് ആണോ? നിങ്ങൾ ശ്രവിക്കാൻ തയ്യാറുണ്ടോ? തമ്പുരാൻ എന്ത് ഇതിനെ പറ്റിയിട്ട് പറയണു? തമ്പുരാന്റെ മുമ്പിലെ ഈ പ്രശ്നം എങ്ങനെയാണ് അത് പരിഹരിക്കപ്പെടുക എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ ജോലിക്ക് വച്ചിരിക്കുന്ന തമ്പുരാൻ, എന്റെ ജോലിക്കാരൻ, എന്റെ വേലക്കാരൻ എന്റെ പക്ഷത്തിലേക്ക് തമ്പുരാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ വല്ലവരും കയറി ചെല്ലുമ്പോൾ നമ്മൾ നടത്തുന്നത്. എന്റെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ ഇടവരുത്തുന്ന തമ്പുരാൻ. പക്ഷേ ദൈവത്തിന്റെ പാളയത്തിലേക്ക് നമ്മൾ ചെന്നുപെടാൻ ആഗ്രഹവും പോയിട്ട് അതിനെപ്പറ്റി ചിന്ത പോലും മനുഷ്യനിലില്ല. അപ്പൊ എങ്ങനെയാ ശാക്തീകരണം നേടുക? അപ്പൊ എങ്ങനെയാ ക്രിസ്തു പറയുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കുക? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഈ പ്രശ്നങ്ങള് പരിഹരിക്കാൻ വേണ്ടി നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ വത്സല പിതാവായിട്ടുള്ള സർവശക്തനായിട്ടുള്ള എന്റെ ഉത്തരം കേൾക്കാൻ നിങ്ങൾക്ക് നേരമില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വർത്തമാനം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു. ഇവിടെയാണ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പാടിയത് കവിത, കൊച്ചു മനുഷ്യൻ. യേശുവിലാണ് എൻ്റെ വിശ്വാസം, പക്ഷെ കീശയിലാണ് എൻ്റെ ആശ്വാസം. കുഞ്ഞുണ്ണി മാഷക്ക് അത് യഥാർത്ഥത്തിൽ തോന്നുക അത് പറയണമെന്ന്. യേശുവിലാണ് എൻ്റെ വിശ്വാസം, പക്ഷേ കീശയിലാണ് എൻ്റെ ആശ്വാസം. എന്തൊക്കെ പറഞ്ഞാലും രൂപമാണ് പൈസ. എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തമ്പുരാനെ, പുണ്യാളന്മാരെ കൊണ്ടുവരുത്തുക, ഇങ്ങനെ വരച്ച വരയിൽ കൂടെ കൊണ്ടുവരിക. ഇതാണ് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ വല്ലവരും ഒക്കെ കയറി ചെന്ന് മുഖം കാണിക്കുമ്പോൾ നമ്മൾ ഒപ്പിക്കില്ലേ പോരെ? നമ്മൾ ചുവാവോ? ഈ ദുഷിപ്പ് കൂടിക്കൊണ്ടിരിക്കുക തലമുറയുടെ. അത് പന്തലുകളായാലും ശരി, മന്ദിരങ്ങളായാലും ശരി, വലിയ വലിയ കൺവെൻഷൻ സെന്ററുകളായാലും ശരി, ഈ ദുഷിപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? മനുഷ്യൻ ശോഷിച്ചു കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കും തോറും മനുഷ്യൻ ശോഷിച്ചു വരുന്നു. പ്രാർത്ഥിക്കും തോറും മനുഷ്യൻ നന്നാകേണ്ടതിന് പകരം അവൻ ശോഷിച്ചു വരുന്നു. പോഷണം കിട്ടുന്നില്ല. ഇതാണ് ദുഷിപ്പ്. ഒരു കഥ പണ്ട് പറഞ്ഞത് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ഒരു ഭക്തൻ ദൈവത്തിന്റെ മുമ്പിൽ ഒരു ദിവസം ചെന്നു. അപ്പോയിന്റ്മെന്റ് എടുക്കണ്ടല്ലോ, ഭക്തനാണ്. ഇന്നത്തെ രീതിയിൽ പറഞ്ഞ പ്രേക്ഷിതൻ. 24 മണിക്കൂറും പ്രേക്ഷിത ജോലി ചെയ്യുന്ന പ്രേക്ഷിതൻ. അപ്പൊ സ്തുതിക്കാനൊക്കെ ഏത് നേരത്ത് വേണമെങ്കിലും നാവിന്റെ തുമ്പത്തുണ്ടാവും ആ സ്തുതി. ഇയാള് ദൈവത്തിനോട്, ദൈവമേ എനിക്കൊരു സംശയം. ഭക്തൻ, ഇവന്റെ സംശയം ഇതാണ്: ഈ 1000 വത്സരം എന്ന് പറയുന്നത് അങ്ങേക്ക് എങ്ങനെയാ? 1000 വത്സരം അങ്ങേക്ക് എങ്ങനെയാ ഈ 1000 വത്സരം? ഉടനെ ഉത്തരം വന്നു ദൈവത്തിൽ നിന്ന്, എനിക്കൊരു നിമിഷം പോലെയാ. 1000 വത്സരം എന്ന് പറയുന്നത് എനിക്കൊരു നിമിഷം പോലെയാ. ഭക്തൻ ഉടനെ തന്നെ, അപ്പൊ അങ്ങനെയാണ് എനിക്കൊരു സംശയം കൂടി. ഭക്തനല്ലേ ദൈവത്തിനോട് ചോദിച്ചു, അപ്പൊ 1 കോടി രൂപ എന്ന് പറയുന്നത് അങ്ങേക്ക് എങ്ങനെയാ? അതൊരു നയാ പൈസ പോലെയാ. 1 കോടി രൂപ എന്ന് പറയുന്നത് എനിക്കൊരു നയാ പൈസ പോലെയാ ദൈവത്തിന്റെ ഉത്തരം. ഉടനെ ഇവിടെ ഭക്തൻ പറയാണ്, ദൈവമേ എനിക്കൊരു നയാ പൈസ തരണമേ.
അവന്റെ കണ്ണുപോയ പോക്ക് കണ്ടോ? അവന്റെ പ്രാർത്ഥനയുടെ മാറ്റു കണ്ടോ? ദൈവത്തിന് നയാ പൈസ എന്ന് പറഞ്ഞൊരു കോടിയാണ്. അതാണ് അവൻ ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മുഖം അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ഭക്തനായിട്ടുള്ള മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ എനിക്കൊരു നയാ പൈസ തരണമേ. 1 കോടി രൂപയായി ചോദിക്കണേ. തമ്പ്രോനോടല്ല, എവിടുന്ന് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കാൻ വേണ്ടിയുള്ള താപ്പ് പ്രാർത്ഥനകൾ കൊടുമ്പിരി കൊള്ളുന്നു. ഇതാണ് ഈ സമൂഹത്തിന്റെ ദുഷിപ്പ്. ഈ ദുഷിപ്പിലേക്കാണ് യേശു വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് മലയിലോട് മാറി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന മലയല്ല, ഉള്ളിന്റെ ഉള്ളിൽ കാണുന്ന തടസ്സങ്ങളാണ്. അത് പരിഹരിക്കാൻ സാധിക്കുന്ന കഴിവ് നിങ്ങൾ ആർജിച്ചെടുക്കും. വിശ്വാസത്തോടു കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ എന്ന സന്ദേശമാണ് യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പൊരുൾ മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം.